ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. രോഗക്കിടക്കയിൽ വേദന അനുഭവിക്കുന്ന കുരുന്നുകൾക്കിടയിലേക്ക് ജാലവിദ്യയുടെ അത്ഭുത മുഹൂർത്തങ്ങളുമായി മാന്ത്രികനെത്തിയത് അവിസ്മരണീയമായ പുതുവത്സര സമ്മാനമായി. വേദനയും അവശതയും കൊണ്ട് തളർന്ന കുരുന്നുകൾക്ക് സമാശ്വാസത്തിന്റെ തൂവൽ സ്പർശമായിരുന്നു മാന്ത്രികൻ പ്രദീപ് കുടിനയുടെ മായാജാല പ്രകടനം. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് സമാപനം. കൊടിയിറങ്ങിയത് 5 നാൾ നീണ്ട കലാമാമാങ്കം. സർക്കാർ സ്വയംഭരണ കോളേജുകൾക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് SFI DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. സ്വയംഭരണ കോളേജുകൾ അനുവദിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് DDE ഓഫീസിലേക്ക് SFI ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ച് അക്രമത്തിൽ കലാശിച്ചു. പ്രവർത്തകരും പോലീസും പലതവണ ഏറ്റുമുട്ടി. ആക്രമണത്തിൽ ഇന്ത്യ വിഷൻ ക്യാമറാമാന് ഗുരുതരമായി പരിക്കേറ്റു. കേരളത്തിൽ സ്വയംഭരണ കോളേജുകൾ അനുവദിച്ച സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രകടനവുമായി 12 മണിയോടുകൂടിയാണ് പ്രവർത്തകർ DDE ഓഫീസിന് മുൻപിൽ എത്തിയത്. പോലീസ് തീർത്ത ബാരിക്കേഡുകൾ തകർത്ത് SFI പ്രവർത്തകർ DDE കോമ്പൗണ്ടിലേക്ക് ഇരച്ചുകയറി. അകത്തുകടന്ന പ്രവർത്തകരിൽ 16 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. അതിനുശേഷം പ്രവർത്തകർ LIC കോർണറിലേക്ക് നീങ്ങി. പിന്നാലെ പോലീസും ഉണ്ടായിരുന്നു. 5 മിനിറ്റോളം SFI പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. പിന്നീട് പോലീസ് പിടിച്ചുവെച്ച SFI പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും DDE ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധവുമായി പ്രവർത്തകർ നീങ്ങിയതാണ് രംഗം വഷളാക്കിയത്. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. തുടർന്ന് പോലീസ് വീണ്ടും ജലപീരങ്കി ഉപയോഗിച്ചു. SFI പ്രവർത്തകർ പലതവണ പോലീസിന് നേരെ ആക്രമണവുമായി വന്നു. പോലീസ് സംയമനം പാലിച്ചതുകൊണ്ടാണ് സംഘർഷം ഒഴിവായത്. തുടർന്ന് നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി. മാർച്ച് ഷൂട്ട് ചെയ്യുന്നതിനിടെ ഇന്ത്യ വിഷൻ ക്യാമറാമാനെ പ്രവർത്തകർ ആക്രമിച്ചു. ക്യാമറയും തകർത്തു. അടിവയറ്റിന് ചവിട്ടേറ്റ ക്യാമറാമാൻ ഷിജോയെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടാതെ SFI പ്രവർത്തകർ മാധ്യമപ്രവർത്തകരുടെ ഇടയിലേക്ക് ചെരുപ്പ് വലിച്ചെറിഞ്ഞതിൽ കേരള കൗമുദി ഫോട്ടോഗ്രാഫറുടെ ക്യാമറയും തകർന്നു. തുടർന്ന് നടന്ന യോഗം SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VK കിരൺ രാജ് ഉദ്ഘാടനം ചെയ്തു. ഈ സമരം സൂചന മാത്രമാണെന്നും ഇതിൽ നിന്നും സർക്കാർ പിന്മാറിയില്ലെങ്കിൽ കേരളത്തിലാകമാനം സമരം കത്തിപ്പടരുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചില പോലീസുകാർക്ക് വല്ലാത്തൊരു വിചാരമുണ്ട്. അവര് പറയുന്നിടത്ത് SFI ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കാൻ വേണ്ടി SFI തയ്യാറല്ല. ഞങ്ങൾ അങ്ങനെ ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. SFI ജില്ലാ സെക്രട്ടറി PK സുമേഷ് അധ്യക്ഷനായിരുന്നു. MK നികേഷ്, M സമീഷ്, സാഹിൻ ടിൻഡോ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. സർഗവസന്തം ധന്യത തീർത്ത 5 ദിനരാത്രങ്ങൾക്കൊടുവിൽ കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കൊടിയിറങ്ങി. 15 വേദികളിലായി 8500ഓളം കലാകാരന്മാർ മാറ്റുരച്ച മേളയ്ക്കാണ് ഇതോടെ സമാപനമായത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് JDT ഇസ്ലാം ക്യാമ്പസിൽ കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിന് കൊടിയുയർന്നത്. 15 വേദികളിലായി 297 ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ. ഒട്ടാകെ 8500ഓളം വിദ്യാർത്ഥികളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേണ്ട വാമപ്പ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. മത്സരങ്ങൾ പതിവിലധികം വൈകി തുടങ്ങിയതിലെ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ പരാതികൾ മേളയെ സംബന്ധിച്ചുണ്ടായില്ലെന്നതിൽ നടത്തിപ്പവർക്ക് അഭിമാനിക്കാം.
അതേസമയം മത്സരങ്ങളുടെ കാലതാമസം മുൻമേളകളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരുന്നു താനും. രാവിലെ 9 തുടങ്ങേണ്ട മത്സരങ്ങൾ ഉച്ചയോടെയാണ് പല വേദികളിലും ആരംഭിച്ചത്. ചില വേദികളിൽ വിധികർത്താക്കളും തോന്നിയ പോലെ വന്നു. രാവിലെ തുടങ്ങേണ്ട മത്സരത്തിന് വേഷം കെട്ടിയ വിദ്യാർത്ഥികൾ മണിക്കൂറുകൾ നേരം വെള്ളം പോലും കുടിക്കാതെ കാത്തിരിക്കേണ്ടി വന്നു. അതേസമയം പൊതുവിൽ മേളയ്ക്ക് വലിയ ജനപങ്കാളിത്തവും അംഗീകാരവുമായിരുന്നെന്ന് പബ്ലിസിറ്റി കൺവീനർ സി സദാനന്ദൻ പറയുന്നു. വിശാലമായ വേദികൾ ഉൾക്കൊള്ളാൻ മാത്രം സ്ഥല സൗകര്യം JDT ക്യാമ്പസിലുണ്ടായത് ഇത്തവണ മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മാധ്യമപ്രവർത്തകർക്കും ഒരുപോലെ സൗകര്യമായി. സാധാരണ നിലയിൽ തൊട്ടടുത്ത വിവിധ സ്കൂളുകളിലും ഓഡിറ്റോറിയങ്ങളിലും മറ്റുമായാണ് വേദികൾ ഒരുക്കാറുള്ളത്. ഇത് പരിപാടി വീക്ഷിക്കാനും പങ്കെടുക്കാനും എത്തുന്നവർക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ 14 വേദികളും വിശാലമായ ഭക്ഷണ ഹാളും ഉൾപ്പെടെയുള്ളവ JDT ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് ഒരുക്കിയത്. ഒരു വേദി മാത്രമാണ് ക്യാമ്പസിന് പുറത്തെ പാരിഷ് ഹാളിൽ ഒരുക്കേണ്ടി വന്നത്. സംസ്ഥാന കലോത്സവത്തിൽ കോഴിക്കോടിനെ പ്രതിനിധീകരിക്കേണ്ട സർഗധനരെയാണ് 5 ദിവസം നീണ്ട ജില്ലാ കലോത്സവത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ മാസം 19 മുതൽ 25 വരെ പാലക്കാട്ട് വെച്ചാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. കലോത്സവത്തിൽ ഡബിൾ ഹാട്രിക്കും തികച്ച് കോഴിക്കോടിന്റെ പ്രയാണം തുടരുകയാണ്. സ്വർണ്ണക്കപ്പ് ഇത്തവണയും കോഴിക്കോട്ട് തന്നെ നമ്മുടെ ചുണക്കുട്ടികൾ നിലനിർത്തുമെന്ന് പ്രത്യാശിക്കാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം മിമിക്രി മത്സരവേദി ആവർത്തന വിരസമായി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇനങ്ങളുമായാണ് ഭൂരിഭാഗം മത്സരാർത്ഥികളും സദസ്സിന് മുന്നിലെത്തിയത്. പ്രഭാതം പൊട്ടിപ്പിടരുന്ന ശബ്ദം, മീൻ മുറിക്കുമ്പോൾ പൂച്ച കരയുന്ന ശബ്ദം, ഹെലികോപ്റ്റർ പറക്കുന്ന ശബ്ദം. ഹൈസ്കൂൾ വിഭാഗം മിമിക്രി മത്സരത്തിൽ അവതരിപ്പിച്ച ഇനങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കം. ചെറിയ ചില പരീക്ഷണങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ നവീനമായ അവതരണ രീതികളോ വ്യത്യസ്തമായ സെലക്ഷനുകളോ വേദിയിൽ കണ്ടില്ല. സമകാലിക വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ളവയും കുറവായിരുന്നു. മിമിക്രിയിലെ പല തമാശകളും കേട്ടപ്പോൾ ഒന്ന് ചിരിക്കാൻ പോലും വയ്യാതെ പ്രയാസപ്പെടുകയായിരുന്നു സദസ്യർ. വലിയ പ്രതീക്ഷയുമായി എത്തിയ കാണികൾക്ക് അതോടെ നിരാശയായി. എങ്കിലും വേറിട്ട ചില പരീക്ഷണങ്ങൾ വേദിയിൽ നിന്നുണ്ടായത് അവർക്ക് ആശ്വാസവുമായി. പ്രശ്നം നിയമസഭയിൽ മുഖ്യമന്ത്രി രാജിവെക്കുക. ഈ പ്രശ്നത്തിൽ പ്രതിപക്ഷം കുച്ചപ്പടി കളിക്കാണെന്നാണ് എന്റെ അഭിപ്രായം. കൃഷ്ണൻ രാധയും സോളാറും രാത്രി ശുഭരാത്രി ഇനി എന്നും ശിവരാത്രി. പണ്ടിനെതിരെ സിനിമാ താരങ്ങൾ കൽപ്പന. അയ്യോ എന്റെ മുന്നേ തമ്പുരാനെ, ഞാനിത് എന്താണോ ഈ കാണുന്നത്? എനിക്കിതൊന്നും കാണാൻ അയ്യോ, ആരെങ്കിലും എന്തോടി വായോ. கமலஹாசன் நான் வந்து ஒரு இந்தியாக்கார இந்த பண்டிட்டு வந்து உலக நாயക மாதிரி ലാൽ ജോസ്. പ്രിയമുള്ളവരെ, മലയാള സിനിമയില് പണ്ടിനെ പോലുള്ളവർ വന്നതിന് ശേഷം ഞങ്ങൾക്കൊന്നും ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രകൃതി സംരക്ഷണം ആവശ്യമാണെന്നും എന്നാൽ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുതെന്നും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജില്ലാ നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് പിക്കറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണൽ നിരോധനം പിൻവലിക്കുക, കരിങ്കല്ല് ചെങ്കല്ല് ഖനന നിരോധനം പിൻവലിക്കുക, നിർമ്മാണ തൊഴിൽ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജില്ലാ നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU നേതൃത്വത്തിൽ കലക്ടറേറ്റ് പിക്കറ്റിംഗ് നടത്തിയത്. എരഞ്ഞിപ്പാലത്തു നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ കലക്ടറേറ്റിലെത്തിയത്. പിക്കറ്റിംഗ് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണം ആവശ്യമാണ്, എന്നാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുതെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. ചുരുക്കം ചില വൻകിട ക്വാറി ഉടമകൾ നടത്തുന്ന ഖനനം കാരണം ഇടത്തരം ചെറുകിട ഖനനക്കാർക്ക് ഉപദ്രവമായി മാറിയിരിക്കുകയാണെന്നും അതിനാൽ ഖനന നിരോധനം സംസ്ഥാന സർക്കാർ പിൻവലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള ജനസംഖ്യയുടെ ഏകദേശം 1/4 വിഭാഗമാണ് ഈ പരിസ്ഥിതി ദുർബല മേഖലയായി കണക്കാക്കപ്പെട്ട മേഖലകളിലുള്ളത്. ഇപ്പോൾ ഗവൺമെന്റ് രേഖാമൂലമുള്ള ഉത്തരവിലൂടെയും വാക്കാൽ ഉത്തരവിലൂടെയും ഇന്ന് സ്വീകരിച്ചു വരുന്ന നിലപാടിന്റെ ഭാഗമായി സംഭവിച്ചെന്താ? മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയാകെ തകരുകയാണ്. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് BP കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PP ബാലകൃഷ്ണൻ, പറശ്ശേരി രവീന്ദ്രൻ എന്നിവർ പിക്കറ്റിംഗിന് നേതൃത്വം നൽകി. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്.
ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി Hi. ഹായ്. Hi. ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mine Diamonds from Malabar Golden Diamonds. ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരി. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. അഭ്യാസ പ്രകടനങ്ങളുടെ പുതുമ കൊണ്ടും അവതരണ രീതിയുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ നമ്പർ 1 സർക്കസ് ജെമിനി സർക്കസ്. ആഫ്രിക്കൻ, റഷ്യൻ കലാകാരന്മാരുടെ അതിസാഹസിക പ്രകടനങ്ങളുമായി ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരിയിൽ. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി ജെമിനി സർക്കസ്. വാർത്തകൾ തുടരുന്നു. നാടോടി സ്ത്രീക്ക് 9കാരനെ വിറ്റതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത കോട്ടയം ആലപ്ര മണിമല വീട്ടിൽ സോമനാഥ പണിക്കരുടെ അറസ്റ്റ് കസബ പോലീസ് രേഖപ്പെടുത്തി. 9 വർഷം മുൻപാണ് അമ്പിളി എന്ന ഷാജിദയ്ക്ക് സോമനാഥൻ കുട്ടിയെ കൈമാറിയതായി മൊഴി നൽകിയിട്ടുള്ളത്. കോഴിക്കോട് മൊഫീസൽ ബസ് സ്റ്റാൻഡിൽ നാടോടി സ്ത്രീക്കൊപ്പം കുട്ടിയെ കണ്ടെത്തിയ സംഭവത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ പിടിയിലായ പിതാവ് സോമനാഥ പണിക്കരെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച വൈകിട്ട് കോഴിക്കോട്ട് എത്തിച്ച ഇയാളുടെ അറസ്റ്റ് വ്യാഴാഴ്ചയാണ് രേഖപ്പെടുത്തിയത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ പണം വാങ്ങി വിറ്റുവെന്ന കുറ്റത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമം 317 വകുപ്പ് പ്രകാരം സോമനാഥ പണിക്കർക്കെതിരെ കോഴിക്കോട്ടും കേസ് രജിസ്റ്റർ ചെയ്തു. ഇതേ കുറ്റത്തിന് കാഞ്ഞിരപ്പള്ളി പോലീസും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 9 വർഷം മുൻപ് 5000 രൂപയ്ക്ക് കുട്ടിയെ കൈമാറിയ ഷാജിദ എന്ന കുഞ്ഞുഞ്ഞമ്മയെ പ്രതി തിരിച്ചറിഞ്ഞു. 10 വർഷം മുൻപ് 4 മാസം പ്രായമായ പെൺകുട്ടിയെയും വിറ്റതായി ഇയാൾ കാഞ്ഞിരപ്പള്ളി പോലീസിൽ നൽകിയ മൊഴി ഇവിടെയും ആവർത്തിച്ചു. ഇയാളുടെ 2ാം ഭാര്യയായ ആനന്ദവലിയിൽ ജനിച്ച കുട്ടിയാണ് നാടോടി സ്ത്രീക്കൊപ്പം കണ്ടെത്തിയ ജിഷ്ണു എന്ന രഞ്ജിത്ത്. കുട്ടിയെ ഇനി സോമനാഥ പണിക്കർക്കോ ഷാജിദയ്ക്കോ വിട്ടു നൽകില്ലെന്നും തൽക്കാലം കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ ജുവനൈൽ ഹോമിൽ തന്നെ താമസിപ്പിക്കുമെന്നും പോലീസ് പറഞ്ഞു. കോട്ടയം മണിമല ആലപ്ര സ്വദേശിനി രാധാമണിയുമായുള്ള സോമനാഥന്റെ ആദ്യ വിവാഹത്തിൽ 2 കുട്ടികളുണ്ട്. ഇവരുടെ അയൽവാസിയായിരുന്ന രാജുവിന്റെ ഭാര്യയാണ് ഇപ്പോഴത്തെ ഭാര്യ ആനന്ദവല്ലി. ക്യാൻസർ മൂലം രാജു മരിച്ചതിനെ തുടർന്നാണ് ഇയാൾ ആനന്ദവല്ലിക്കും അവരുടെ 6 മക്കൾക്കൊപ്പം താമസം തുടങ്ങിയത്. ഇതോടെ ആദ്യ ഭാര്യ പിണങ്ങിപ്പോയി. ഇതിനുശേഷം ആനന്ദവല്ലിയുമായി പത്തനംതിട്ട മയിലാടുംപാറയിലേക്ക് താമസം മാറ്റിയ ഇയാൾക്ക് ആ ബന്ധത്തിലുണ്ടായ കുട്ടികളാണ് വിൽപ്പന നടത്തിയ ജിഷ്ണുവും പെൺകുട്ടിയും. ഏഴുമാറ്റൂർ സ്വദേശി ആലി മുഖേനയാണ് 5000 രൂപ വാങ്ങി ജിഷ്ണുവിനെ കുഞ്ഞുഞ്ഞമ്മയ്ക്ക് വിറ്റതെന്ന് ഇയാൾ മൊഴി നൽകി. കൂലിപ്പണിക്കാരനായ സോമനാഥിന് വേറെയും ഭാര്യമാരുണ്ടെന്ന് സംശയിക്കുന്നു. കൂലിപ്പണിക്കായി ഇയാൾ പലയിടങ്ങളിലും താമസിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ മോഷണ കേസ് പ്രതി കൂടിയാണ് ഇയാൾ. പ്രതി വിൽപ്പന നടത്തിയ പെൺകുട്ടിയെ കണ്ടെത്താൻ കാഞ്ഞിരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുതുവത്സരാഘോഷം വിസ്മയ ചാർത്തുകളൽ അവിസ്മരണീയമാക്കാൻ മാന്ത്രികൻ പ്രദീപ് ഹുഡിനയുടെ മാജിക്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ IMCH ഹാളിലാണ് കുരുന്നുകൾക്കായി മാന്ത്രികൻ വിസ്മയ ലോകമൊരുക്കിയത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് IMCHലെ കുട്ടികളുടെ വാർഡിലാണ് ഈ വർഷത്തെ പുതുവത്സരാഘോഷം വിസ്മയ ചാർത്തുകളാൽ അവിസ്മരണീയമാക്കാൻ മാന്ത്രികൻ പ്രദീപ് ഹുഡിനോ എത്തിയത്. ഹുഡിനോയുടെ നേതൃത്വത്തിലുള്ള മാജിക് വേർഡിലെ കലാകാരന്മാർ കുട്ടികൾക്ക് ഒരുക്കുന്ന വിസ്മയ വിരുന്നിന് മുന്നോടിയായാണ് വിസ്മയ സാന്ത്വനം മാജിക് പരിപാടി സംഘടിപ്പിച്ചത്. പ്ലാസ്റ്റിക് പെട്ടിയിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും പൂക്കൾ വിടരുന്നതും ചൈനീസ് മാജിക് റിംഗും പെട്ടികളിൽ നിക്ഷേപിച്ച വസ്തുക്കൾ അപ്രത്യക്ഷമാകുന്നതും പെട്ടിയിൽ നിന്ന് മിഠായികൾ വരുന്നതുമെല്ലാം കുട്ടികൾക്ക് കൗതുക കാഴ്ചയായിരുന്നു. കുരുന്നുകൾക്ക് വിസ്മയമൊരുക്കുന്നതിനപ്പുറം സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്നതുമായിരുന്നു ഹുഡിനോയുടെ മാന്ത്രികം. മരുന്ന് കുടിക്കാൻ മടിക്കുന്ന കുട്ടികൾക്കും ഹുഡിനോ ജാലവിധിയോടെ മരുന്നിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തു. കുട്ടികൾക്കായി 15ൽ പരം മാജിക്കുകളാണ് ഹുഡിനോ അവതരിപ്പിച്ചത്. കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും പരിപാടിയിൽ വിസ്മയലോകം കാണാനെത്തിയിരുന്നു. മെഡിക്കൽ കോളേജിലെ IMCHും ഇന്ത്യൻ പീഡിയാട്രിക് അസോസിയേഷൻ കോഴിക്കോട് ചാപ്റ്ററും ചേർന്നാണ് മാജിക്കിന് വേദിയൊരുക്കിയത്.
വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച ഹോട്ടലുകൾ അടച്ചിട്ടു. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് സംസ്ഥാന സർക്കാർ ഈടാക്കുന്ന വാറ്റ് എടുത്തുകളയണമെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടത്. പാചകവാതകത്തിന് കുത്തനെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച ഹോട്ടലുകൾ അടച്ചിട്ടു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 1.25 ലക്ഷത്തോളം വരുന്ന ഹോട്ടലുകളാണ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അടച്ചിട്ടത്. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില വർധനവ് ഉടൻ പിൻവലിക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ആവശ്യപ്പെട്ടിരുന്നു. 1798 രൂപയോ വിലയുണ്ടായിരുന്ന സിലിണ്ടറിന് 385 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചിരിക്കുന്നത്. സാധാരണ ഹോട്ടലുകളിൽ ദിനംപ്രതി 3 സിലിണ്ടറെങ്കിലും ഉപയോഗിക്കുന്ന സ്ഥിതിക്ക് ഒരു ദിവസം 1200 രൂപയാണ് അധിക ചെലവ് വരുന്നത്. ഇത് സാധാരണ ഹോട്ടലുകളുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുകയും ഹോട്ടലുകൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളതെന്നും അവർ പറഞ്ഞു. കേരള സർക്കാർ വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറിന് ഈടാക്കുന്ന 14.5% വാറ്റ് നികുതി എടുത്തുകളയണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തെ തുടർന്ന് ജില്ലയിലെ ഒട്ടുമിക്ക ഹോട്ടലുകളും തുറന്നു പ്രവർത്തിച്ചില്ല. ചെറുകാട് ജന്മശതാബ്ദി ആഘോഷവും 5 പുസ്തകങ്ങളുടെ പ്രകാശനവും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനവും പോലീസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ചു. MP അബ്ദുൾ സമദ് സമദാനി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരൻ ചെറുകാടിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെയും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനവും 5 പുസ്തകങ്ങളുടെ പ്രകാശനവും പോലീസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും MP അബ്ദുൾ സമദ് സമദാനി MLA നിർവഹിച്ചു. ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി എഴുതിയ ചെറുകാട് വ്യക്തിയും സാഹിത്യകാരനും ശ്രീ കൃഷ്ണൻ നമ്പൂതിരിയുടെ ശാസ്ത്രരശ്മികൾ ഭാരതീയ പൈതൃകത്തിൽ, ഡോക്ടർ RVM ദിവാകരന്റെ പണ്ഡിറ്റ് രവിശങ്കർ, MP ബീനയുടെ ചാവറയച്ചൻ, AP രാധാകൃഷ്ണന്റെ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടന്നത്. ചെറുകാടിന്റെ മകനും ദേശാഭിമാനി വാരിക ചീഫ് എഡിറ്ററുമായ ഡോക്ടർ KP മോഹനൻ, മെഡിക്കൽ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ K മാധവൻകുട്ടി, മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ P ദാമോദരൻ, ഫാദർ ജോൺ പനന്തോട്ടം, വീക്ഷണം റെസിഡന്റ് എഡിറ്റർ മുഹമ്മദ് അലി എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ MR തമ്പാൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. മാനന്തവാടി മേരിമാതാ കോളേജിലെ മലയാള വിഭാഗം അധ്യാപകൻ ഡോക്ടർ ജോസഫ് K ജോബ്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ S കൃഷ്ണകുമാർ, അനീഷ് വലിയടത്ത് എന്നിവർ സംബന്ധിച്ചു. ജനുവരി 3 മുതൽ 7 വരെയാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. തളി സാമൂതിരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മലബാർ കനൻ ക്ലബ്ബ് ശ്വാന പ്രദർശനത്തിന്റെ ഭാഗമായി ഗ്രൂമിംഗ് സെമിനാർ സംഘടിപ്പിച്ചു. അർജന്റീന ആൽബ്രിഡ് ജഡ്ജ് ജെറാഡോ ക്ലാസ് എടുത്തു. ജനുവരി 5-നാണ് ഡോഗ് ഷോ നടക്കുന്നത്. ജനുവരി 5-ന് തളി സാമൂതിരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന മലബാർ കാനൻ ക്ലബ് ശ്വാന പ്രദർശനത്തിന്റെ ഭാഗമായി ഗ്രൂമിംഗ് സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഗ്രൂമിംഗ് സെമിനാറിൽ അർജന്റീനയിൽ നിന്നും എത്തിയ ആൽബ്രിഡ് ജഡ്ജ് ജെറാഡോ ക്ലാസ് എടുത്തു. മത്സരത്തിന് മുന്നോടിയായി പട്ടികൾക്ക് നൽകേണ്ട പരിശീലനത്തെക്കുറിച്ചും പട്ടികളെ പരിപാലിക്കേണ്ടതിനെക്കുറിച്ചുമാണ് സെമിനാറിൽ പ്രതിപാദിച്ചത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുമെത്തിയ 500ഓളം പട്ടികളാണ് ഡോഗ് ഷോയിൽ പങ്കെടുക്കുന്നത്. പട്ടികൾക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഗ്രൗണ്ടിൽ ഒരുങ്ങിക്കഴിഞ്ഞു. സെമിനാറിൽ അഗ്രാണി മാനേജർ പത്മകുമാർ, മലബാർ കാനൻ ക്ലബ് പ്രസിഡന്റ് മോഹനകുമാർ, സെക്രട്ടറി അരങ്ങിൽ ഗിരീഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. Stars collection. Youthilariya best. Youthful surprises. Shades and style. Latest type fashion. Lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. വട്ടാമ്പൊയിൽ പ്രദേശത്തിന്റെ ശാപമായ വിദേശ മദ്യ വിൽപ്പനശാല മാറ്റാൻ തീരുമാനിച്ചിട്ടും മാറ്റാത്ത ബീവറേജ് കോർപ്പറേഷന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് വട്ടാമ്പൊയിൽ ഏരിയ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധ ചൂലുമാല അണിയിച്ചു.
പട്ടാമ്പയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടും ഒഴിവാകാത്ത മദ്യവിൽപ്പനശാലയെ പട്ടാമ്പയിൽ ഏരിയ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ പ്രതിഷേധ ചൂലുമാല അണിയിച്ചത്. മദ്യനിരോധന സമിതി സംസ്ഥാന വനിതാ വിഭാഗം പ്രസിഡന്റ് പ്രൊഫസർ ഒ.ജെ. ചിന്നമ്മ പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ ടി.എം. രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഒരു ദുരവസ്ഥ ഈ രാജ്യത്ത് സൃഷ്ടിച്ചതിന്റെ പങ്കാളിത്തം ആർക്കും വിഷമം വേണ്ട, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് തന്നെയാണ്. ബർബ പ്രസിഡന്റ് പ്രശാന്ത് കളത്തിങ്ങൽ, എ. വാസു, ജനറൽ സെക്രട്ടറി ബി.വി. മുഹമ്മദ് അഷ്റഫ്, എ.വി. കോയ, അബ്ദുള്ള കോയ, അലി അക്ബർ, കെ. സലാം ഭാഷ എന്നിവർ സംസാരിച്ചു. ഔപചാരിക വിദ്യാഭ്യാസം വഴി വിദ്യാർത്ഥികൾക്ക് ലഭിക്കാത്ത അധിക വൈദഗ്ധ്യം നൽകുക എന്നതാണ് അസാപ്പ് പദ്ധതിയുടെ ലക്ഷ്യം. കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അസാപ്പ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കെ. ദാസൻ MLA നിർവഹിച്ചു. 2020 ലോകത്തിനാവശ്യമായ മനുഷ്യശേഷിയുടെ വലിയൊരു ഭാഗം ഇന്ത്യയുടെ സംഭാവനയായിരിക്കുമെന്ന് വിദഗ്ധരും പഠനങ്ങളും പറയുന്നു. വിദ്യാഭ്യാസ വ്യാപനത്തിന്റെ കാര്യത്തിൽ വികസിത രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന കേരളത്തിൽ ഏറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു. ഇതിനായി ഔപചാരിക വിദ്യാഭ്യാസം വഴി വിദ്യാർത്ഥികൾക്ക് കിട്ടാത്ത അധിക വൈദഗ്ധ്യം ആർജിക്കുന്ന പരിപാടിയാണ് അസാപ്പിലൂടെ ലക്ഷ്യമാക്കുന്നത്. അസാപ്പിന്റെ കൊയിലാണ്ടിയിലെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ. ദാസൻ MLA നിർവഹിച്ചു. തൊഴിൽ രംഗങ്ങളിൽ പഠിക്കുമ്പോൾ അക്കാദമിക് വിഷയങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് തന്നെ ശേഷിക്കുന്ന കുറച്ച് സമയം അവരെ ഫാക്ടറികളിലേക്കും പാടങ്ങളിലേക്കുമെല്ലാം നേരിട്ട് അവരെ എത്തിക്കുകയും തൊഴിലുമായി അവരെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രീതി ഇത്തരം രാജ്യങ്ങളിൽ, വിശേഷിച്ച സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. PTA പ്രസിഡന്റ് കെ. സത്യൻ അധ്യക്ഷത വഹിച്ചു. അസാപ്പ് പ്രോഗ്രാം മാനേജർ രഞ്ജീഷ് പദ്ധതി വിശദീകരിച്ചു. പ്രിൻസിപ്പൽ ടി. ബാബുരാജ്, സുധാ കെ, ചന്തപ്പൻ, ശാന്ത CK, സിജു KT എന്നിവർ സംബന്ധിച്ചു. തിരഞ്ഞെടുത്ത 30 വിദ്യാർത്ഥികൾക്കാണ് വിദഗ്ധർ പരിശീലനം നൽകുന്നത്. ജീവിതം ദുരിതപൂർണമാക്കുന്ന പാചകവാതക വില വർധനയ്ക്കെതിരെ ജില്ലയിലെങ്ങും വ്യാപക പ്രതിഷേധം. പ്രതിഷേധ സമരങ്ങളാൽ കിഡ്സൺ കോർണർ മുഖരിതമായിരുന്നു. ഇടതുപക്ഷ സംഘടനകളും വ്യാപാര സംഘടനകളും വനിതാ പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ കണ്ണികളായി. കോഴിക്കോട് നഗരത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗ്യാസ് സിലിണ്ടർ ഏന്തിയും ചൂട്ടുകത്തിച്ചുമായിരുന്നു പ്രകടനം നടത്തിയത്. മുതലക്കുളം കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനം LIC കോർണറിൽ സമാപിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി. സതീദേവി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MM പത്മാവതി അധ്യക്ഷം വഹിച്ചു. പാണൂർ തങ്കം, ജാനമ്മ കുഞ്ഞുണ്ണി, കെ. ശൈലജ, ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി കെ. പുഷ്പജ എന്നിവർ സംസാരിച്ചു. CIT സിറ്റി കമ്മിറ്റി നഗരത്തിൽ പ്രകടനവും ധർണയും നടത്തി. മുതലക്കുളം കേന്ദ്രീകരിച്ചായിരുന്നു പ്രകടനം. LIC കോർണറിൽ നടത്തിയ ധർണ ജില്ലാ സെക്രട്ടറി CP സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. സിറ്റി പ്രസിഡന്റ് P. കൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. PA ചന്ദ്രശേഖരൻ, KK ബാവ എന്നിവർ സംസാരിച്ചു. CPIM വളയനാട് ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ മാങ്കാവിൽ പ്രകടനം നടന്നു. ML ആന്റണി, M. തങ്കം, P. ഹരിദാസൻ, P. പീതാംബരൻ, L. രമേശൻ എന്നിവർ സംസാരിച്ചു. പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് DYFI ജില്ലാ കമ്മിറ്റി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച പ്രകടനം കിഡ്സൺ കോർണറിൽ സമാപിച്ചു. യോഗം കേന്ദ്ര കമ്മിറ്റി അംഗം PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. CM ജംഷീർ, M. ബിജിലാൽ, വരുൺ ഭാസ്കർ എന്നിവർ സംസാരിച്ചു. പാചകവാതക വില വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ജനങ്ങളുടെ വെല്ലുവിളിയാണെന്ന് RMP സംസ്ഥാന സമിതി പറഞ്ഞു. ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച് പാചകവാതക സിലിണ്ടർ വിതരണം ക്രമീകരിക്കുന്നതിലൂടെ വൻ വിലക്കയറ്റമാണ് ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെക്കുന്നത്. റിലയൻസ് ഉൾപ്പെടെയുള്ള എണ്ണ കമ്പനികൾക്ക് കൊള്ളലാഭം നേടുന്നതിനായുള്ള തീരുമാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് RMP സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു. കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. KS ഹരിഹരൻ, ആസാദ് എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 E5ന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സമൂഹ വിവാഹം ജനുവരി 5-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കോഴിക്കോട് സുമംഗലി കല്യാണ മണ്ഡപത്തിൽ കേരള പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യും.
സമൂഹത്തിലെ സാമ്പത്തികമായി കഷ്ടത അനുഭവിക്കുന്നവരും ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ വിവാഹം സാക്ഷാത്കരിക്കാൻ കഴിയാത്തവരുമായ 20 യുവതി യുവാക്കളാണ് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ സംഘടിപ്പിക്കുന്ന സമൂഹ വിവാഹത്തിൽ വിവാഹിതരാകുന്നത്. ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ സ്ഥാപക നേതാവായ ലയണൽ മെൽവിൻ ജോൺസിന്റെ ജന്മദിനമായ ജനുവരി 13-നോടനുബന്ധിച്ച് നടത്തുന്ന സേവന വാരാഘോഷം ജനുവരി 7 മുതൽ 13 വരെ സംഘടിപ്പിക്കുമെന്നും ഡോക്ടർ സുചിത്ര സുധീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗുരു നിത്യചൈതന്യയതി ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ജനുവരി 5 ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് വടകര ഇരിങ്ങൽ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും. ഗുരു നിത്യചൈതന്യയതിയുടെ ചിന്തയും തത്വശാസ്ത്രവും മനഃശാസ്ത്രവും ലോക ജനതയെ അറിയിക്കുകയും അതിലൂടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ കലാലോകത്തേക്ക് നൂതന ആശയം പ്രചരിപ്പിക്കുകയുമാണ് നിത്യചൈതന്യയതി ഫൗണ്ടേഷനിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഒഴിവുകൾ യഥാസമയം PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്ത വൈദ്യുതി ഭവൻ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് KSEB മസ്ദൂർ റാങ്ക് ഹോൾഡേഴ്സ് കുടുംബസമേതം സമരമുഖത്തേക്ക് എത്തുന്നു. ജനുവരി 6-ന് ഉദ്യോഗാർത്ഥികൾ കുടുംബാംഗങ്ങൾക്കൊപ്പം വൈദ്യുതി ഭവനു മുന്നിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് KSEB മസ്ദൂർ റാങ്ക് ഹോൾഡേഴ്സ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴിക്കോട് ജില്ലാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്ധക്ഷേമ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും ലൂയി ബ്രെയിൽ അനുസ്മരണ സമ്മേളനവും ജനുവരി 4-ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് കോഴിക്കോട് കൊളത്തറ വികലാംഗ വിദ്യാലയത്തിൽ വെച്ച് നടക്കും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ CA ലത IAS അധ്യക്ഷത വഹിക്കുമെന്നും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴിക്കോട് ജില്ലാ യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു. ഫാസിസ്റ്റ് ശക്തികളെ പ്രതിരോധിക്കണമെന്ന മുസ്ലിം ലീഗ് നിലപാട് പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയും പാർട്ടിയുടെ ആസ്ഥാന മന്ദിരത്തിനായുള്ള ധനശേഖരണാർത്ഥവും മുസ്ലിം ലീഗ് ബോധനയാത്ര സംഘടിപ്പിക്കുന്നു. ജനുവരി 5-ന് തൊട്ടിൽപ്പാലത്ത് കേന്ദ്രമന്ത്രി E അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. ജനുവരി 18-ന് കോഴിക്കോട് കടപ്പുറത്ത് ബോധനയാത്ര സമാപിക്കും. രാമനാട്ടുകര അയ്യപ്പനെഴുത്തച്ഛൻ ALP സ്കൂൾ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും. വൈകിട്ട് എളമ്പരം കരീം MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. 3 മണിക്ക് സാംസ്കാരിക ഘോഷയാത്ര നടക്കും. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെ ഉദ്ഘാടനവും അതോടൊപ്പം നടക്കുമെന്ന് സംഘടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാമനാട്ടുകര അയ്യപ്പനെഴുത്തച്ഛൻ ALP സ്കൂൾ ചെയർമാൻ വിജയൻ P മേനോൻ, PTA പ്രസിഡന്റ് KP നാസർ, HM ശിവദാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് സമാപനം. കൊടിയിറങ്ങിയത് 5 നാൾ നീണ്ട കലാമാമാങ്കം. സർക്കാർ സ്വയംഭരണ കോളേജുകൾക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് SFI DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.